ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു സമയം അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നെക്സ്റ്റ് തീരുമാനം എന്താണ്? അവർ എന്തുദ്ദേശത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഓവറോൾ എനർജി നമുക്ക് ആദ്യം നോക്കാം. ചാരിയറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അവർക്ക് എന്തുമാത്രം ഈ ഒരു സമയത്ത് ഫീലിങ്സ് ആണ് നോക്കുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇനി അവരുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ടു ഓഫ് ഷൂട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ ഉള്ള ഒരു ഇതാണ്. നിങ്ങളെ ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് ചാരിയറ്റ് കാർഡാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല പ്രശ്നത്തിലും പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷെ അവർ എങ്ങനെയായാലും ആ വ്യക്തി ഇപ്പോൾ ഒരു എനർജിയിലാണുള്ളത്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിലും ആൾ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് നമുക്ക് ആ ചാരിയറ്റ് കാർഡ് വരുമ്പോൾ തന്നെ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെയാണ് നിങ്ങളെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇപ്പോഴത്തെ ഒരു സംസാര രീതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഓവറായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും സംസാരിക്കുന്നില്ല. കൂടുതലും സംസാരിക്കാൻ നിൽക്കാത്തവരുടെ ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നില്ല. ഇതിൽ സംസാരിച്ച് ക്ലിയർ ആക്കാൻ കുറേ ഇതുണ്ട്. അപ്പോൾ നേരവണ്ണം ഈ വ്യക്തിയും നിങ്ങളും ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ ഈ വ്യക്തി ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല. ചില കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ വ്യക്തിയാണെങ്കിൽ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ ഓക്കെയാണ്. പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടേതായ ആ ഒരു വിൽ പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു എന്താ പറയുക, ആര് കണ്ടാലും അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. എന്നാൽ നിങ്ങളടുത്ത് ഈ വ്യക്തി വലിയ രീതിയിലുള്ള ഒരു സംസാരം നിങ്ങൾക്കിടയിലില്ല. അപ്പം നിങ്ങൾ സംസാരിച്ച് ക്ലാരിറ്റി വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത്. സിറ്റുവേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും, എന്നാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ടാവാം. അതാണ് കാണുന്നത്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജി. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്ത് ഭയങ്കര പാഷനാണ്, അട്രാക്ഷനാണ്, ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട് നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട്. എന്നാൽ ഒരുപാട് സ്നേഹമാണ് ഈ വ്യക്തിക്ക്, ഒരുപാട് സ്നേഹമുണ്ട് എന്നാണ് കാണുന്നത്. എന്നാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ പരിധിയിലാക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നിർത്തും. അവർ ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഈ വ്യക്തിയെടുത്ത് ക്ലാരിറ്റി ചോദിക്കാനൊന്നും പറ്റില്ല. അവരുടെ പരിധിയിൽ നിർത്തും. അപ്പോഴേക്കും നിങ്ങളെ ഒന്നും ഈ വ്യക്തിയെടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. നൈറ്റ് ഓഫ് വാൺസ് ഷോർട്സിൻ്റെ എനർജി കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ് നിങ്ങളുടെ വ്യക്തിക്ക്. തൊട്ടതിന് പിടിച്ചതിന് പെട്ടെന്ന് ദേഷ്യം വരും, വേഗം എടുത്തുചാട്ടം. എന്തു പറഞ്ഞാലും അതിനൊക്കെ ഒരു എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്.
ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് പലപ്പോഴും നിങ്ങളെ ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ അവർ നിങ്ങളെ മാക്സിമം അവർക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ട് ഈ വ്യക്തി. സാധാരണയല്ല, നിങ്ങളിപ്പോൾ എന്ത് ക്ലാരിറ്റി ചോദിക്കാൻ പോയാലും അതെങ്ങനെ നിങ്ങളെ കയ്യിലെടുക്കണമെന്ന് കൃത്യമായിട്ട് ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങളെങ്ങനെ കയ്യിലെടുക്കണം, നിങ്ങളെന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ നിർത്തേണ്ടത്, അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഈ വ്യക്തിയുടെ എന്നാണ് കാണുന്നത്. എന്നാൽ ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. ചില നേരത്ത് നിങ്ങളടുത്ത് സ്നേഹം പ്രകടിപ്പിക്കില്ല എന്നതും കാണുന്നുണ്ട് ഇവിടെ. ചില നേരത്ത് ഈ വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, കുറച്ചൊരു ഉത്തരവാദിത്വം കൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ മനസ്സിനകത്ത് എന്തൊക്കെയോ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് ഉത്തരവാദിത്വം കൂടിയത് കൊണ്ടായിരിക്കാം. ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ വ്യക്തിക്ക് എന്ന് പറയുന്നത് കുറേ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ അത് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് ഈ വ്യക്തിക്ക്. അപ്പോൾ പലയിടത്തും ആൾ ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങൾ ആ സമയത്ത് എന്താ പറയുക എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലയിടത്തും ഫോക്കസ് കൊടുക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക ചെറുപ്പം തൊട്ടേ അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങൾ തമ്മിലെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണെന്ന്, ഒരേ ക്ലാസ്സിൽ പഠിച്ച് വളർന്നവർ എന്നും കാണുന്നുണ്ട്. ഒരേ നാട്ടുകാരായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ എന്നതും നമുക്കിവിടെ കാണുന്നുണ്ട്. കുറച്ച് വിഭാഗം ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്ന ഒരു കണക്ഷനായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നുപെട്ട ഒരു കണക്ഷനായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് പേജ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ. പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതേ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ആളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ഈ ഒരു സമയത്ത്. അവർ കൂടുതലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ നിങ്ങളോട് ഒരുപാട് ഈ ഒരു ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടം, ഫിസിക്കൽ അട്രാക്ഷനൊക്കെ കൂടിയൊരു സമയമാണ് നിങ്ങളടുത്ത്. ഒരു സെക്ഷൽ അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണിത്. അത് ഉണ്ട് നിങ്ങളടുത്ത്, നല്ല രീതിയിൽ കാണുന്നുണ്ട് ആൾക്ക് ഈ ഒരു സമയത്ത്. എന്നാൽ നിങ്ങൾ തമ്മിൽ നമുക്ക് കാണാം ടവർ കാർഡാണ്, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു സമയത്ത് ബ്രേക്കപ്പ് ആയതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു തകർച്ച നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്, അതാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇത് മൂന്നാമത് എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ഫിനാൻസിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തോ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിലൊരു ബാലൻസ് ഇല്ലാതെ ആയിട്ടുണ്ടാവാം. ഫിനാൻസിൻ്റെ പ്രശ്നമാണ്, അതിലെന്തോ ഒരു ബാലൻസ് ഇല്ലാതെ ഉള്ള ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഹെർമിറ്റും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ. എന്തോ ഒരു നിങ്ങൾക്കായിരിക്കും, നിങ്ങളുടെ വ്യക്തിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും, അങ്ങനെ എന്തോ ഒരു അതാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട്. എന്തോ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് എന്തോ ഒരു നിങ്ങളോടായിരിക്കാം എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് എന്തോ ഒരു നിങ്ങളിൽ നിന്നും എന്തോ ഒരു മൂവ് ഓൺ ചെയ്തതായിട്ടും അങ്ങനെയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളടുത്ത് എന്തെങ്കിലും പറഞ്ഞതായിട്ടുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾ ചില സാഹചര്യത്തിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവാം എന്തോ ഒരു പ്രശ്നം ഈ വ്യക്തിയെടുത്ത്. ഈ വ്യക്തി നിങ്ങളടുത്തും എന്തോ ഒന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ. എന്തോ ഒരു ബാലൻസിൻ്റെ എന്തോ ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലേക്കാണ് അത് പോയിരിക്കുന്നത്.
ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി വേറൊരു ആൾക്ക് എന്തെങ്കിലും ഫിനാൻസ് ഇടപാട് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം, വേറൊരു വ്യക്തിയെടുത്ത്. അതായിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു ചർച്ചയായിട്ടും ഇവിടെ തെളിയുന്നുണ്ട് എന്നതാണ് കാണുന്നത്. എങ്ങനെയായാലും നിങ്ങൾ ഇതിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. എന്നാൽ നിങ്ങളെ ഈ ഒരു സമയത്ത് വന്ന് കാണണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നും ആളുടെ മനസ്സിലുണ്ട് എന്നതും കാണുന്നുണ്ട് ഇതിൽ. എന്തായാലും അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ എന്തോ ഒരു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ എത്തി നോക്കുന്നുണ്ട് ആൾ. ആ പേജ് ഓഫ് കപ്സിൽ കണ്ടോ, ആ ഒരു കപ്പിനകത്ത് ആ ഒരു മീൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നത്. നിങ്ങൾ അതുപോലെ നിങ്ങളെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ വാട്സപ്പിൽ നോക്കുന്നതാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ എങ്ങനെയായാലും ഇങ്ങനെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഇപ്പോൾ പുറത്ത് നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുന്നവരായിരിക്കാം. അപ്പോൾ അവിടെ വന്ന് അന്വേഷിക്കുന്നതോ അങ്ങനെ എങ്ങനെ ആയാലും ഫ്രണ്ട്സ് വഴിയോ അങ്ങനെ എന്ത് രീതിയിലായാലും ഈ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഒരുപാട് ഇഷ്ടം നിങ്ങളടുത്തുണ്ട്, എന്നാൽ നിങ്ങളൊട്ട് മറക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ആൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളെ ഈ വ്യക്തിക്ക് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ തന്നെ ആൾ ഒരു എന്താ പറയുക, ഈ ഒരു സമയത്ത് ആളുടെ മനസ്സിൽ അങ്ങനെയാണ്. ചില നേരത്തെ നിങ്ങളെ പെട്ടെന്ന് വന്ന് കാണണം, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ആക്കിയിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് അവരുടെ അരികിലേക്ക് നിങ്ങളെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് അത് മാറുന്നുണ്ട്. ആ ചിന്ത രണ്ട് തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങളെ പെട്ടെന്ന് വിളിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നേരത്ത് നിങ്ങളെ പെട്ടെന്ന് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സോറി പറയുക, എങ്ങനെയായാലും നിങ്ങൾ എല്ലാം പെട്ടെന്ന്. എന്നാൽ അതേ സ്പോട്ടിന് തന്നെ അവർക്ക് അത് ശരിയാവോ പിന്നെ ആകാം എന്നുള്ള ഒരു രണ്ട് മൈൻഡ് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ അവർ വേറെയും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഈ വ്യക്തി അവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കണക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് വേറെ കണക്ഷൻ ആയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ്. കൂടുതലൊരു ട്രസ്റ്റ് ഇഷ്യൂസാണ് ഇതിൽ കാണുന്നത് മെയിൻ. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് ഹൈ പ്രഷ്യസ് എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു സീക്രട്സ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത് നിങ്ങളോടുള്ള എന്തോ ഒരു സീക്രട്സ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതാണ് ആളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത്. എന്തോ ഒരു ഫിനാൻഷ്യലിലെ അത് തന്നെയാണ്, എന്തോ ഒരു ഭയം ഈ വ്യക്തിക്കുണ്ട്. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അവരാലോചിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്തുകൊണ്ടാണ് ഭയം കയറി വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനാൻസിൻ്റെ തന്നെയാണ് കാണുന്നത്. എന്തോ ഒരു ഫിനാൻഷ്യൽ സംബന്ധമായ പ്രശ്നമാണല്ലോ കൂടുതലും കാണുന്നത് നിങ്ങൾക്കിടയിൽ. അത് തന്നെയാണ്, ഡെത്താണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയ ഒരു സിറ്റുവേഷനാണ്. ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊരു റീബർത്ത് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്തോ ഒരു സീക്രട്സ് നിങ്ങൾക്കിടയിലുണ്ട്. അത് എന്തോ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ആൾക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട്. നിങ്ങളെ ആയിരിക്കാം ഒരു ഡൗട്ട് ആൾക്ക്. അതിൻ്റെ ഒരു ഇതാണ് ആൾക്ക്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ഭയമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഇതാവാം. തിരിച്ച് നിങ്ങൾക്കും ചില സാഹചര്യത്തിൽ ഉണ്ടാവാം. ഈ വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളും ചില സാഹചര്യത്തിൽ സംശയിച്ചെന്ന് വരാം. ശരിക്കും ഈ വ്യക്തി നിങ്ങളെ സംശയിക്കുന്നുണ്ട്. എന്തോ ഒരു ഇതാണിപ്പോൾ. ഇനിയിപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് അവരുടെ തീരുമാനം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ, 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അവരുടെ മനസ്സ് ഡബിൾ മൈൻഡാണ്. ഇപ്പോൾ 2 മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ്, എന്തോ ഒരു ഭയം അവർക്കുണ്ട്. എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യം തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും ആൾ ഭയക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ അവർക്ക് കിട്ടില്ലേ, നിങ്ങൾ നഷ്ടപ്പെടുമോ, ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കണക്ഷൻ ആയിട്ടുണ്ടാവുമോ, നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം യഥാർത്ഥത്തിലാണോ എന്തൊക്കെയോ ഒരു പ്രശ്നം ഈ വ്യക്തിക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കൂടുതലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആളൊരു ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിങ്ങളുടെ കാര്യത്തിൽ. ഒരു മുന്നോട്ട് ഒരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു ഫുൾ കാർഡ്. ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് കാണാം. അതിനായിട്ട് ആൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. മാത്രം ഇപ്പോൾ നിങ്ങളടുത്ത് വരുന്ന കാര്യത്തിൽ എന്തോ ഒരു ഭയം കയറിയതുകൊണ്ടാണ് അവിടെ 2 ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. എന്തോ ഒരു ഡബിൾ മൈൻഡാണ് ആൾക്ക്. വരണോ വരണ്ടേ എന്നുള്ള 2 മനസ്സാണുള്ളത്. അവിടെയാണ് ഒരു ഭയം ആൾക്കുണ്ട് നിങ്ങളടുത്ത്. എന്തോ ഒരു ഭയമുണ്ട് ആൾക്ക്. ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിനെ സ്വീകരിച്ചില്ലെങ്കിലോ അതായിരിക്കാം നിങ്ങളടുത്തൊരു ഭയം ആ വ്യക്തിക്കുള്ളത്. നിങ്ങൾക്ക് വേറെ കണക്ഷനായോ, അല്ലെങ്കിൽ അവർ തീരെ നഷ്ടപ്പെട്ടു പോവോ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. തീർത്തും നിങ്ങൾ അവരെ വേണ്ടെന്ന് വെക്കുമോ, അങ്ങനെയൊക്കെയുള്ള വരണം എന്ന് വിചാരിക്കുമ്പോഴും ആൾക്കൊരു നിങ്ങളുടെ അരികിലേക്ക് വരണോ എന്ന് വിചാരിക്കുമ്പോഴും 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 മനസ്സിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. പക്ഷേ നിങ്ങളെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. ആളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കാർഡ്സിലൊക്കെ വരുന്നത്. ആൾക്കൊരു സ്ട്രെങ്ത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴേ വേണ്ട രീതിയിലുള്ള അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു മനഃശക്തി ഇപ്പോൾ ഇല്ല ആൾക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നാൾ ഭയങ്കരമായിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളടുത്ത്. എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കാര്യത്തിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നോ നീഡ് ടു വെറി എന്നാണ് കാണുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ റിക്കവറി ആയി കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രശ്നമില്ല. ഇത് നിങ്ങൾ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചില സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ നേരെ വണ്ണം ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളെ ആരോഗ്യം പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കും ഒരുപാട് മനസ്സിലെന്തൊക്കെയോ ഭയം കയറി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓക്കെ ആയി വരുമെന്നാണ് പറയുന്നത്. ശരിയായി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം നമുക്ക്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. മലപ്പുറം, ഡ്രൈവർ, റെഡ് കളർ, ലെറ്റർ എച്ച് ആണ്. പത്തനംതിട്ട, തൃക്കേട്ട, ഒക്ടോബർ, കാസർഗോഡ്, അശ്വതി, ഓഗസ്റ്റ്, തിരുവാതിര, വൈറ്റ് കളർ, പൂയം നക്ഷത്രം, ക്യൂ ആണ്, ലെറ്റർ ക്യൂ, ചിത്തിര. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവർ. ലോയർ, പിങ്ക് കളർ, ജൂലൈ, യു ആണ്, ലോയർ ആയിരിക്കാം. ഉത്രട്ടാതി, ആർട്ടിസ്റ്റ്, മൂലം, പൂരുരുട്ടാതി, ഏപ്രിൽ, ലെറ്റർ എസ് ആണ്, ഉത്രം, കോട്ടയം, 42, 49, 21, 45, 36, 31, 12. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കരിയറിലായിരിക്കാം ആ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യം വന്നിരിക്കുന്നത്. ചിലപ്പോൾ കരിയറിൽ നഷ്ടം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവാം. അങ്ങനെ എന്തോ ആവാം കേട്ടോ. എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതിലെന്തൊക്കെയോ ഒരു ബാലൻസ് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ ആയിരിക്കാം. എങ്ങനെയായാലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു സംശയം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്